ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നിറ. ദേവാലയങ്ങളിലും തറവാട് വീടുകളിലും മറ്റും ചെയ്യുന്ന ഒരു അനുഷ്ഠാന ചടങ്ങാണ്. ആണ്ടുതോറും ഉത്രാട ദിനത്തിൽ ചെയ്യുന്ന ചടങ്ങാണ്. കർക്കിടകൻ 18 കഴിഞ്ഞ തിരുവോണ ദിവസം വരെയുള്ള ഏതു നാളുകളിലും ഈ നിറ ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. കൊയ്ത്ത് തുടങ്ങുന്നതിന് മുമ്പ് ലക്ഷ്മിയെ വരവേൽക്കുക എന്നതാണ് നിറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9 തരം സസ്യങ്ങളുടെ ഇലകളും നെൽക്കതിരുമാണ് ഇതിനുപയോഗിക്കുക. നിറയുടെ തലേ ദിവസം തന്നെ അരയാൽ, ആൽ, പ്ലാവ്, മാവ് എന്നീ വൃക്ഷങ്ങളുടെ ഇലകളും പൊലുവള്ളി, സൂത്രവള്ളി എന്നിവയും കായലിന്റെ ഇലയും വട്ടാഫലത്തിന്റെ ഇലയും നെല്ലി ഇലയും തലേ ദിവസം തന്നെ ശേഖരിക്കുന്നു. നിറ ദിവസം നന്നേ രാവിലെ ഈ കർമ്മം ചെയ്യുന്ന ആൾ കുളിച്ച് ശുദ്ധം വരുത്തി ഈറൻ വസ്ത്രത്തോടെ വയലിൽ ചെന്ന് 2-3 നെൽക്കതിർ ഊരിയെടുക്കുന്നു. ഇവ ദേവാലയത്തിന്റെയോ തറവാടിന്റെയോ മുറ്റത്ത് ശുദ്ധം വരുത്തിയ ആവണിപ്പലകമേൽ വിളിക്കുന്നു. തലേ ദിവസം ശേഖരിച്ച നവവർഗ സസ്യങ്ങളുടെ ഇലകളും അവിടെ വയ്ക്കുന്നു. വാൽക്കണ്ടിയും നിലവിളക്കും ചന്ദനവും തുളസിയും മറ്റും ഇതിനായി വേണം. ഈ ചടങ്ങിൽ ഗണപതിയെയും തൃപ്തിപ്പെടുത്തണം. അതിനായി ഗണപതിക്കും ഉണക്കലരി, ഇളനീർ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. ചന്ദനവും തുളസിനീരും മറ്റും കൊണ്ട് ശുദ്ധം വരുത്തിയ ശേഷം ഓരോ ഇലയും എടുത്ത് ചേർത്ത് വെച്ച് അതിന്മേൽ 5-10 നെൽക്കതിർ വെച്ച് പാന്തം കൊണ്ട് കെട്ടുന്നു. പാന്തം എന്നത് തെങ്ങിൻ ഓലയുടെ മടലിന്റെ ഒരു ഭാഗമാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് ഉദയസൂര്യൻ നോക്കിയാണ് ഈ കർമ്മം ചെയ്യുന്നത്. ആവശ്യമുള്ളത്ര കെട്ടുകൾ കെട്ടി ആവണി പലകമേൽ വെക്കുന്നു. ശേഷം നവകൂട്ടം ഇലകളും കതിരും നിറഞ്ഞ ഈ കെട്ട് സ്ഥാനക്രമമനുസരിച്ച് ശ്രീകോവിലിലും മുഖമണ്ഡപത്തിലും പടിപ്പുരയിലും കിണറ്റിൻ പാലത്തിലും മറ്റും കെട്ടുന്നു. വീടുകളിലാണെങ്കിൽ പൂജാമുറിയിലും ഇറയത്തും കിണറിന്റെ പാലത്തിലും കെട്ടുന്നു. തൊഴുത്തുള്ളവർക്കാണെങ്കിൽ തൊഴുത്തിനും കെട്ടുന്നു. ഈ കെട്ടുമായി തലയിലേറ്റി നിറനിറയോ എന്ന് ഉരുവിട്ടുകൊണ്ടാണ് ഓരോ ആളുകളും ഇത് തലയിലേറ്റി സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതോടെ അവരവരുടെ വീടുകളെത്തി പൂജാമുറിയിലും മറ്റും കെട്ടുന്നതോടെ ഈ ചടങ്ങ് പൂർത്തിയാവുന്നു. ഇതാണ് നിറ എന്ന അനുഷ്ഠാന ചടങ്ങ്.